ഡോക്ടർ ബിപിൻ റോളന്റെ അവസാനമായ ഒരു ചോദ്യം കൂടി, ഒരു കാര്യം കൂടി അറിയേണ്ടത്, ശ്രീ ജോർജ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടു പേരും അവർ ക്രിമിനലുകളായി മാറി. അവരിനി പുറത്തിറങ്ങിയാലും സമാനമായ രീതിയിൽ ക്രിമിനൽ വാസനയുള്ളവരായതിനാൽ അവർ ഒരു തിരിച്ചുവരവിന് അവരുടെ ജീവിതത്തിൽ ഇനി ഒരു സാധ്യതയില്ല എന്ന് പറയുന്നു. അവർ ഈ ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ അതല്ലെങ്കിൽ ജയിലുകളിൽ തന്നെ പാർപ്പിക്കേണ്ടവരാണെന്ന് പറയുന്നു. ഇനി ഇതുപോലുള്ള ഈ ക്രിമിനൽ ഒരു ലഹരിക്ക് അടിമകളായി ക്രിമിനൽ ഒരു പ്രവണത കാണിക്കുന്ന കുട്ടികളുടെ അവർ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ടോ, അതോ ഒരു ക്രിമിനൽ ആണ് എന്ന ഒരു പരിവേഷത്തോടു കൂടി തന്നെ ജീവിക്കേണ്ട ഒരു സാഹചര്യമാണോ ഇവർക്കുള്ളത്? തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കാര്യം വളരെയധികം സങ്കടകരമായ ഒരു അവസ്ഥ ആണ്. കാരണം ഇവരുടെ ജീവിതത്തിൽ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു പ്രശ്നമായി കഴിഞ്ഞു. ക്രിമിനൽ എന്ന മുദ്രകുത്തൽ വന്നു. തീർച്ചയായിട്ടും ശിക്ഷാ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്, അതിന് തടവിൽ പാർപ്പിക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് ഇവരെ വീണ്ടും ഈ സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ട സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ജയിൽ സംവിധാനം, ബോസ്റ്റർ സ്കൂൾ സംവിധാനം ആയിക്കോട്ടെ, ജയിൽ സംവിധാനം ആയിക്കോട്ടെ, ജയിലുകളുടെ ഇടയ്ക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവരുടെ സൂപ്രണ്ടുമാർ അല്ലെങ്കിൽ ജയിലുള്ള ഉദ്യോഗസ്ഥർ നിസ്സഹായരാണ്. നമ്മുടെ കേരളത്തിലെ ജയിലുകൾക്ക് അത് ഏതു തരത്തിൽ വന്ന കേസിലാണ് ഇവരെല്ലാം ഒരുമിച്ച് പാർപ്പിക്കാനുള്ള സാഹചര്യങ്ങളുള്ളൂ. മുതിർന്നവരുടെ കേസിൽ, കുട്ടികളുടെ കേസിലാണെങ്കിലും പല കുറ്റങ്ങൾ ചെയ്ത് കിടക്കുന്നവരെ ഒരുമിച്ച് പാർപ്പിക്കപ്പെടുന്ന സംവിധാനങ്ങൾ ജസ്റ്റ് ഒരു പാർപ്പിക്കൽ സംവിധാനം മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു പരിവർത്തനത്തിലുള്ള സംവിധാനം നമ്മുടെ സംവിധാനങ്ങളിൽ, നമ്മുടെ കേരളത്തിലില്ല. ഇന്ത്യയിൽ തന്നെ കാര്യമായിട്ട് നടക്കുന്നില്ല. പണ്ടൊരു തിഹാർ ജയിൽ മോഡൽ ഉണ്ടായി, കിരൺ ബേദിയുടെ മോഡൽ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ ഇപ്പോൾ തിഹാർ ജയിലിൽ എന്ത് നടക്കും നമുക്ക് വ്യക്തതയില്ല. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കുട്ടികൾക്ക് വൺസ് ഒരു ലേബലിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഇവരെ പരിവർത്തനത്തിന് പറ്റുന്ന രീതിയിലേക്ക് മനഃശാസ്ത്ര സംവിധാനങ്ങളോ സോഷ്യൽ വർക്ക് സംവിധാനങ്ങളോ ജയിലിന്റെ വെൽഫെയർ സംവിധാനങ്ങളോ അതിലേക്ക് സജീവമല്ല. അതിന് വേണ്ട രീതിയിൽ മാൻ പവർ അല്ല, അതിന് വേണ്ട രീതിയിൽ ഉള്ള സംവിധാനങ്ങൾ സർക്കാരും കാര്യമായ രീതിയിൽ ചെയ്യുന്നില്ല. ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഒരു കാലത്താണ് ഞങ്ങളൊക്കെ ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ കാര്യമായ രീതിയിൽ അങ്ങനത്തെ സംവിധാനങ്ങൾക്ക് പ്രോപ്പറായ രീതിയിലേക്ക് ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു എഫോർട്ട് ഇല്ല എന്നത് സത്യത്തിൽ വേദനാജനകമാണ്. അങ്ങനെ വരുമ്പോൾ സ്കൂൾ തലത്തിലോ വീടിന്റെ തലങ്ങളിലോ സാമൂഹ്യ തലങ്ങളിലോ ഇത്തരത്തിൽ ക്രിമിനൽ പ്രവണതയുള്ള ആളുകളെ നമ്മൾക്ക് അവരെ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം അവരെ ജയിലിലേക്ക് അടയ്ക്കുന്നു, അവരെ അവിടേക്ക് അടച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ അവർ നാളെ എന്തായാലും തീർച്ചയായിട്ടും പല ആളുകളും പരവുള്ളിൽ ഇറങ്ങുന്ന പോലെ എല്ലാവരും ഇവരെ എന്തായാലും ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇവർ റിഫോംഡായി, ഇവർ മാനസാന്തരപ്പെട്ടു, ഇവർ നല്ലവരായി എന്നുള്ള ധാരണയിലാണ് സമൂഹം സ്വീകരിക്കുന്നതെങ്കിൽ പലപ്പോഴും അത്തരമൊരു സംവിധാനത്തിലല്ല 3 നേരമല്ല 4 നേരം ഭക്ഷണം കഴിച്ച് അവർ അവിടെ കഴിയുന്ന മാത്രമേ ഉള്ളൂ. കൂടുതൽ കുറ്റങ്ങൾ ചെയ്തവരുമായിട്ട് ഇടപഴകുന്നേ ഉള്ളൂ. തിരിച്ചിറങ്ങുമ്പോൾ കൂടുതൽ മനസ്സിൽ കുറ്റവാസനയുമായിട്ടാണ് ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വേദനാജനകമായ കാര്യം. പക്ഷെ ഇതല്ല മാറേണ്ടത് തീർച്ചയായിട്ടും സിസ്റ്റം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ കുറ്റകൃത്യങ്ങളിലേക്ക് ഏർപ്പെട്ട് പ്രശ്നങ്ങളിലാക്കപ്പെട്ടതിന് ശേഷം എന്നതിനപ്പുറത്ത് സ്കൂൾ തലം മുതലേ അല്ലെങ്കിൽ സമൂഹത്തിന്റെ എല്ലാ തലങ്ങൾ മുതലേ സിനിമാ പ്രവർത്തകർക്കിടയിൽ മുതല് നമുക്ക് കഥാപാത്രങ്ങൾ തയ്യാറാക്കുന്നത് മുതല് നമുക്ക് എൻ്റെ സമൂഹത്തിന് ഉത്തരവാദിത്വപൂർണമായ കലാസൃഷ്ടികൾ മാത്രമേ ഇറങ്ങാവൂ എന്നത് സിനിമാക്കാരിലേക്ക്, അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട തലങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് ഫോർമേഷൻ കിട്ടുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബ പശ്ചാത്തലങ്ങൾ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ പോലും അവരുടെ ജീവിതത്തെ സന്തോഷകരമായ രീതിയിൽ നന്മയിലേക്കും വിജയത്തിലേക്കും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് തുടർ പരിശീലനങ്ങളിലേക്കാണ് ഇവ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഫണ്ട് ഇറക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഡോക്ടർ ബിപിൻ റോളന്റ് സമയപരിമിതി മൂലം ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. താങ്കൾ നിർദ്ദേശിച്ച വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് താങ്കൾ പങ്കുവച്ചത്. കാരണം പല സിനിമകളിലും മദ്യപിക്കുമ്പോൾ, ഒരു നായകൻ മദ്യപിക്കുമ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുന്നു. പക്ഷേ കൊലപാതകങ്ങളോ അക്രമ സംഭവങ്ങളോ സിനിമകളിൽ ചിത്രീകരിക്കുമ്പോൾ, അത് നടക്കുമ്പോൾ അവിടെ ഇതുപോലുള്ള ഒരു മുന്നറിയിപ്പുകൾ നൽകാറില്ല. മാത്രമല്ല അതൊരു ഹീറോ പരിവേഷം ഈ പുതിയ തലമുറയ്ക്ക് നൽകുന്നു. ഒരു കാലത്ത് സിനിമകൾ നല്ല സന്ദേശമാണ് പുതുതലമുറയ്ക്ക് പ്രേക്ഷകർക്ക് നൽകിയിരുന്നുവെങ്കിൽ ഇപ്പോൾ തെറ്റായ സന്ദേശം നൽകുന്ന അശ്ലീല പരാമർശങ്ങളും അസഭ്യവർഷവും ഇതുപോലുള്ള അക്രമവും ലഹരിയും ഒക്കെ ഉപയോഗിക്കുന്നതാണ് മഹത്തരമെന്ന് പറയുന്ന സിനിമകൾ പുതിയ തലമുറയെ വഴിതെറ്റിക്കുകയാണ്, അക്രമകാരികളാക്കുകയാണ്, ലഹരിക്ക് അടിമകളാക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സമൂഹം തന്നെയാണ് ഇതിനൊരു മുൻകൈ എടുക്കേണ്ടത്. സിനിമാ പ്രവർത്തകരും പോലീസും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ഈ ഒരു അപകടകരമായ സാഹചര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഒരു ബോധവൽക്കരണം നടത്തുക, കൃത്യമായ സന്ദേശങ്ങൾ, നല്ല സന്ദേശങ്ങൾ പുതിയ തലമുറയ്ക്ക് നൽകാൻ
ഒരു തയ്യാറെടുക്കുക.